എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ നടക്കുന്ന വഴിപാടാണ് ധാര. പാപശാന്തിക്കും കാര്യസിദ്ധിക്കും ശിവഭഗവാന് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ വഴിപാടാണിത്. ധാരക്കിടാരം എന്ന പ്രത്യേക പാത്രത്തിൽ ജലം പൂജിച്ചൊഴിച്ച് ഒരു കർമ്മി ആ ജലത്തിൽ ദർഭ കൊണ്ട് തൊട്ട് മന്ത്രം ജപിക്കുന്നു. ഈ സമയം മുഴുവനും പാത്രത്തിന്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെയും കൂർച്ചത്തിലൂടെയും ശിവലിംഗത്തിൽ ജലം ധാരയായി, അതായത് ഇടമുറിയാതെ വീഴുന്നു. ഇതാണ് ഈ ചടങ്ങിന്റെ സമ്പ്രദായം. ഇതിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ഫലങ്ങളും കണക്കാക്കപ്പെടുന്നു. പാപശാന്തിക്കും കാര്യവിജയത്തിനും മാത്രമല്ല, ആഗ്രഹ സാഫല്യത്തിനും മാനസികമായ വിഷമങ്ങൾ ഒഴിയുന്നതിനും നല്ലതാണ് ജലധാര. തിങ്കളാഴ്ച, പ്രദോഷവ്രതം, ശിവരാത്രി, തിരുവാതിര എന്നീ ദിനങ്ങൾ ധാരയ്ക്ക് അതിവിശേഷമാണ്. ശിവരാത്രിക്ക് മിക്കവാറും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ധാര നടത്തുന്നത് വളരെ പ്രധാനമാണ്. അതിവേഗം അഭീഷ്ടസിദ്ധി നേടുന്നതിന് 7, 12, 21, 41 തുടങ്ങിയ യഥാശക്തി ദിവസം ശിവഭഗവാന് ജലധാര ചെയ്യിക്കുന്നത് ഉത്തമമാണ്. അഷ്ടഗന്ധ ജലധാര എന്ന വിശേഷധാര നടത്തിയാൽ ശത്രുദോഷ ശാന്തി ലഭിക്കുന്നതാണ്. ക്ഷീരധാര കാര്യവിജയത്തിന് നല്ലതാണ്. ഘൃതധാര സർവേശ്വര സമൃദ്ധിക്കും. ഇളനീർധാര മനഃശാന്തി പാപശാന്തിക്കും. പഞ്ചഗവ്യധാര പൂർവജന്മ ദുരിതശാന്തിക്കും. തേൻധാര ശാപദോഷ ശാന്തിക്കും. എണ്ണധാര രോഗശാന്തി ആരോഗ്യം എന്നിവയ്ക്കും നല്ലതാണ്. ധാര വഴിപാട് നടത്തുന്നവർ കഴിയുന്നത്ര പഞ്ചാക്ഷര മന്ത്രം ജപിക്കുവാൻ ശ്രദ്ധിക്കണം. എങ്കിലേ വഴിപാടിന് പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കൂ. നമശിവായ എന്നതാണ് പഞ്ചാക്ഷരി മന്ത്രം. മിക്കവരും ഓം എന്നുകൂടി ചേർത്ത് ഇത് ഷഡക്ഷരമായും ചൊല്ലാറുണ്ട്. എല്ലാ ദിവസവും 336 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുന്നത് എത്ര വലിയ പാപവും അകലുന്നതാണ്. വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം. ജപവേളയിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ്. അതുപോലെ ശിവ അഷ്ടോത്തരം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നതും നല്ലതാണ്. നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.